ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞതാ എനിക്കിട്ട് പണിയാൻ വന്നേക്കരുതെന്ന്. എത്ര പണിയെന്നാലും നിനക്ക് മനസ്സിലാവില്ല അല്ലേ? ഇനി നീ അനുഭവിച്ചിട്ട് പോയാൽ മതി. തനിക്ക് എന്തെങ്കിലും പറയാനോ മറ്റിടുന്നുണ്ടെങ്കിൽ അങ്ങ് മാറി നിന്ന് പറഞ്ഞ പോരെ. എന്തിനാ ഇവിടെ കേറി കേറി വരുന്നേ? ഓ, അതെന്തിനാന്നറിയണോ? എനിക്കൊരു മാങ്ങാത്തൊലി അറിയണ്ട, താനൊന്ന് മാറി നിന്നാ മതി എനിക്ക്. ഏയ്, മാറി നിൽക്കാനല്ല ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നതെന്ന് ഞാൻ ഇന്നലെ എൻ്റെ മോളോട് പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാ എന്നോട് മാറാൻ പറയുന്നത്? പിന്നെ തന്നോട് മാറി നിൽക്കാനല്ലാതെ കേറി വരാൻ പറയണോ? താൻ ആരോടെ എന്റെ? ഞാനാരാ നിന്റെ എന്ന് നിനക്കറിയാൻ പാടില്ലേ? ഓ, അറിയാലോ, നന്നായിട്ട് അറിയാം. താൻ ആരാണെന്ന് നന്നായിട്ട് എനിക്കറിയാം കേട്ടോ. അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, എനിക്കറിയാം. താൻ എന്റെ പൊട്ട സാറ്. ഒരാളോട് എങ്ങനെ പെരുമാറണം എന്ന് അറിയാൻ പാടില്ലാത്ത ഒരു പൊട്ടൻ. ഇടി നിന്നെ. എന്താണ് മടയുന്നേ? എടി, ഇന്നലെ തനിക്ക് ഓങ്ങി വെച്ചതാ ഇത്. വേണ്ടെന്ന് വേണ്ട വെക്കുമ്പോ തല കയറാൻ വരുന്നോ? ഒരു പെണ്ണിന്റെ അനുവാദം ഇല്ലാതെ പെണ്ണിന്റെ മേത്ത് തൊട്ടായി ഇതായിരിക്കും അവസ്ഥ. ഇതുപോലെ നീ നിന്നെ തൊട്ടേനെ എനിക്ക് തന്നാണോ അല്ലേ എന്റെ മോന്തടിച്ചൊന്ന്? ഇനി എന്നെ തൊട്ടേനുള്ള ഞാൻ നിനക്ക് തരുന്ന കാണണ്ടേ? എവിടെ പോവാ നീ? ഇതുപോലെ ഇന്നലെ ഞാൻ നിനക്ക് വാണിംഗ് തന്നതായിരുന്നു, ഒന്നിനെ എൻ്റെ അടുത്തേക്ക് വന്നേക്കരുതെന്ന്. എന്നിട്ട് പിന്നെ നീ അത് കേൾക്കാതെ പിന്നെ എൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. അതിനുള്ളതപ്പോൾ തന്നെ. ഇനി മേലാൾക്ക് ഇനി ഒന്നും ഒപ്പിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു പോരുത് കേട്ടല്ലോ. അപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല, ഇതിലും വലുതായിരിക്കും നീ അനുഭവിക്കാൻ പോകുന്നത്. ഹലോ. ഇതെന്താ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നേ? ഞങ്ങൾ നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതായിരുന്നു. എന്ത് പറ്റിയതാ? എന്ത് പറ്റാൻ? ഒന്നും പറ്റിയില്ല. ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു, വേറൊന്നുമില്ല. അല്ല, എന്തായിരുന്നു? അതൊന്നുമില്ലടാ. ഇവർ വന്നിട്ട് ഇവരെ പുറത്തേക്കൊന്നും കൊണ്ടുപോയില്ലല്ലോ. അപ്പോൾ ഇന്ന് പുറത്തോട്ട് പോയി ഡിന്നറൊക്കെ അവിടുന്ന് കഴിക്കാമല്ലോ എന്ന് കരുതി, അത് പറയാൻ വേണ്ടി വന്നതായിരുന്നു. ഓ, അതാണോ? എന്നാ ഓക്കെ, നമുക്കിന്ന് ഡിന്നർ പുറത്തുനിന്നാക്കാം. അപ്പോൾ ഓക്കെ. അല്ല മിയ, നീ എന്തൊന്നും ഇടാത്തെ? നമുക്കിന്ന് പോയില്ലേ? അത് പിന്നെ ഇച്ചയ, എനിക്ക് ഒട്ടും വയ്യ, നല്ല തലവേദനയുണ്ട്. എനിക്കൊന്ന് വീട്ടിൽ പോകണമായിരുന്നു, ഒന്ന് റെസ്റ്റ് എടുത്താൽ കൊള്ളായിരുന്നു. എന്തു പറ്റി നമ്മളെ നിനക്ക്? ഒട്ടും വയ്യേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. ഇച്ചയ, ഇന്ന് പോകണ്ട കേട്ടോ. നമുക്ക് ഇന്ന് എന്തായാലും ഇവക്ക് വയ്യാത്തല്ലേ, നമുക്കിത് ക്യാൻസൽ ചെയ്യാം. അതെ, നമുക്കിന്ന് പോകണ്ട. നമുക്കൊരു പിന്നീട് ഒരു ദിവസത്തേക്ക് ഇത് മാറ്റി വയ്ക്കാം. എന്തായാലും അവി, നീയും കൂടെ പോക്കോ കേട്ടോ. എന്നിട്ട് മിയനെ നന്നായിട്ട് നോക്ക്. മിയ മോളെ, നീ അവിടെ പോയി നന്നായിട്ട് റെസ്റ്റ് എടുക്കുക കേട്ടോ. ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ തന്നെ എല്ലാം ഓക്കെ ആയിക്കോളും. അത് വേണ്ട ചേ, നിങ്ങൾ ഏതായാലും പോയി ഫുഡൊക്കെ കഴിച്ചേച്ച് ഒന്ന് കറങ്ങിച്ചൊക്കെ വാ. ഞാൻ എന്തായാലും വീട്ടിലോട്ട് ഒറ്റയ്ക്ക് പൊക്കോളാം. എനിക്കറിയാലോ, വഴി അറിയാം. പിന്നെ അവി, ഞാൻ വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ, അതെടുത്തിട്ട് പോവാം. കുഴപ്പമൊന്നുമില്ല, ഞാൻ അവിടെ പോയി റെസ്റ്റ് എടുത്തോളാം. എന്നാ ഞാൻ പൊക്കോട്ടെ. മോളെ, നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ? പറ്റുവാണെങ്കിൽ മാത്രം പോയാൽ മതി, അല്ലെങ്കിൽ അവി കൂടെ വരും കേട്ടോ. പിന്നെ പോവാണെങ്കിൽ തന്നെ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം, സൂക്ഷിച്ചും കണ്ടൊക്കെ പോകണം. ഓക്കെ? ഞാൻ സൂക്ഷിച്ചു പൊക്കോളാം. ഞാൻ പോവാണ്. അവി, ഞാൻ കൂടെ വരാന്ന് പറഞ്ഞിട്ട് നീ കേൾക്കുന്നില്ലല്ലോ. എന്തായാലും നീ പോ, സൂക്ഷിച്ചും കണ്ടൊക്കെ പോണേ. എന്തായാലും പോയിട്ട് റെസ്റ്റ് എടുക്ക്. അവിടെ എത്തിയ ഉടനെ വിളിക്കണം കേട്ടോ. എന്റെ മോളെ വിളിക്കാം. പോവാണേ. Stay there, Mia. Mia, do not you know? You are my PA. And so, നിന്റെ എന്ത് കാര്യം തീരുമാനിക്കുന്നത് ഞാനായിരിക്കും, അല്ലാതെ നീ ഒറ്റയ്ക്കല്ല. അത് പിടിക്ക്. വിത്തിൻ 4 hours ഇത് ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ട് എന്റെ മേശപ്പുറത്ത് എത്തിയേക്കണം കേട്ടല്ലോ. എടാ, നീ ഇതെന്നാ പറയുന്നേ? അവക്ക് വയ്യാത്തതല്ലേ? അതുമല്ല, ഇത്ര തോന്നെ ഫയല് 4 hours എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനാ? നീ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നേ? ജിയോൺ, നീ ഇതിലിടപെടണ്ട. അവൾക്ക് ഇത്രയും നേരം ഒരു കുരു ഉണ്ടായിരുന്നില്ലല്ലോ, പെട്ടെന്ന് എവിടുന്ന് പൊട്ടി മുളച്ച് ഈ തലവേദന? ഡാ, നീ വല്ല മുതലാളിന്ന് വെച്ചാൽ വേണ്ട. അവൾക്ക് വയ്യാത്തോണ്ടല്ലേ അവൾ വീട്ടിലോട്ട് പോവാന്ന് പറഞ്ഞേ. അവൾ വീട്ടിലോട്ട് പോട്ടെ. നാളെ ഇതൊക്കെ ചെയ്താൽ മതി. അല്ല, ഇന്ന് തന്നെ ചെയ്യണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ലല്ലോ. ഉണ്ട്, ഇന്ന് തന്നെ ചെയ്യണം നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 4 hours കംപ്ലീറ്റ് ആക്കി കൊണ്ടുവരണം എന്ന് പറഞ്ഞേ. എന്റെ പൊന്ന്, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് വാശി പിടിക്കുന്നേ? വേണ്ട, ഞാൻ കംപ്ലീറ്റ് ചെയ്തോളാം. പോരെ, ഞാനിത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തോളാം. കേട്ടല്ലോ, അവൾ കംപ്ലീറ്റ് ചെയ്തോളും. നിങ്ങളിപ്പോൾ എന്തിനാ വന്നേ? ഇന്ന് നൈറ്റ് ഡിന്നറിന് പോകണമെന്ന് പറയാനല്ലേ? ഓക്കെ, ഇന്ന് നൈറ്റ് പോവാം. അവൾ വന്നോളും. നിങ്ങളിപ്പോൾ പോവാൻ നോക്ക്. ഞങ്ങൾക്കറിയാം വന്ന വരി തിരിച്ചു പോവാൻ. നീ ഇനി കൂടുതൽ പറയണമെന്നില്ല. അവി, വാ. ഇനി നീ എന്ത് മാങ്ങ നോക്കി നിൽക്കുക? ഇറങ്ങി പോടി വിടുന്നത്. ഓ മയിര്, ഏത് നേരത്തെ നോവോ എന്തൊക്കെയാ ഞാൻ ഈ കാട്ടി വെച്ചേക്കുന്നേ? ഓ
ഒരു കാര്യമില്ലാതെ അവനോട് ചൂടായി. പോരാത്തിന് അവളോട് ഞാൻ എന്തൊക്കെയും കാണിച്ചു വെച്ചിരിക്കുന്നത്. സർ, മേ ഐ? കമിൻ. സർ, ഫയൽ. അവിടെ വെച്ചിട്ട് പൊക്കോ. ഇച്ചായ, എന്ത് പറ്റിയതാ? എന്തിങ്ങനെ ഇരിക്കുന്നേ? ഭയങ്കര മൂഡോഫായിട്ട്. ഏയ് ഒന്നുമില്ലടാ. അത് പിന്നെ ആദവ് അവളെ ഭയങ്കര റൂഡായിട്ടാണല്ലേ അവളോട് പെരുമാറുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ. അതാ. ഇച്ചായൻ അങ്ങനെയാണോ തോന്നിയേ? പക്ഷെ എനിക്ക് നേരെ മറിച്ചാ തോന്നി. അതായത് ഒരു പൊസസീവ്നെസ് ഒക്കെ പോലെ. പോസസീവ്നെസ്സോ? അതും അവനോ? ഉവ്വ്, വേറെ ആർക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അതും മിയയോട്. എൻ്റെ പൊട്ടിച്ചായ, ഇച്ചായനൊന്ന് ഓർത്ത് നോക്ക്. ആദ്യം ഇച്ചായൻ എന്താ പറഞ്ഞേ? അവൾ എൻ്റെ പി ആണ്, അതുകൊണ്ട് അവളുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇച്ചായനാണ് എന്നൊക്കെയല്ലേ പറഞ്ഞേ. അതിന് കാരണം ഇച്ചായൻ അവളുടെ കാര്യത്തിൽ ഇടപെടണ്ട, അവൾ പോണോ പോണ്ടേ അല്ലെങ്കിൽ വർക്ക് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആദവിച്ചായനാണ് എന്നൊരിത് ഉണ്ടായതുകൊണ്ടല്ലേ ഇച്ചായൻ അങ്ങനെ പറഞ്ഞേ. അതിന് കാരണം അവൾ തൻ്റെതാണെന്നുള്ളൊരു ഒരു 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 എവിടേക്കൊക്കെയോ ഒന്ന് ഉള്ളത് കൊണ്ടല്ലേ. എടി പെണ്ണെ, നിനക്ക് അവൻ്റെ സ്വഭാവം അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അവൻ ഇങ്ങനെ തന്നെയാണ്. വാശിക്കറിയാൻ അവന് എന്താ പറയുന്നതെന്ന് അവന് തന്നെ അറിവുണ്ടാവില്ല. അതാണ് ഇപ്പോൾ അവിടെയും സംഭവിച്ചത്. അല്ലാതെ ഒരു പോസിറ്റീവ്നെസ് ഒന്നുമല്ല. പിന്നെ അവന് പോസിറ്റീവ്നെസ് എന്തായാലും മിയയുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ മിയയുടെ കാര്യത്തിൽ അവനുണ്ടാവത്തില്ല. എന്താ എൻ്റെ മിയനോട് എന്താ അങ്ങേർക്ക് കൃഷിയൊന്നും തോന്നിക്കൂടെ? എൻ്റെ മിയെ കൊച്ചതാ സുന്ദരിയല്ലേ. എൻ്റെ പെണ്ണെ, അതൊന്നല്ല കാര്യം. അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല, പ്രത്യേകിച്ച് മിയയോട്. കാരണം അവൻ വേറൊരാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവോ. വെയിറ്റ് ചെയ്യേ? ആരെ? അതെ, അവനൊരാളെ വെയിറ്റ് ചെയ്യുക. അയാൾ ലൈഫിലോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ അവൻ്റെ ലൈഫ് ഇനി മുന്നോട്ട് എങ്ങനെ പോകണം തീരുമാനിക്കാൻ പറ്റുള്ളൂ. അത്രയും കാലം അവനിങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും. ഒരു 2 വർഷത്തോളമായി അവനാളെ വെയിറ്റ് ചെയ്യുന്നു. തിരഞ്ഞെടുക്കുന്നു. കുറേ കാലമായി അന്വേഷണം തുടങ്ങിയിട്ട്. ഇതുവരെ ഒരു പോസിറ്റീവ് റെസ്പോൺസും കിട്ടിയിട്ടില്ല. എന്നാലും അവൻ അന്വേഷണം നിർത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ മിയനെ അപ്പോയിന്റ് ചെയ്ത് തന്നെ. കാമുകി വല്ലതുമാണോ? കാമുകിയൊന്നല്ല, കസിനാണ്. ഓ, അപ്പൊ കുഴപ്പമില്ല. എന്ത് കുഴപ്പമില്ലാന്ന്? അതെ ചായ, അത് പിന്നെയില്ലേ, നമ്മുടെ മിയയ്ക്ക് നിങ്ങളുടെ ആദവിച്ചയനെ കണ്ടപ്പോൾ ആദ്യം തന്നെ ഒരു ക്രഷ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴൊന്നല്ല, കുറേ മുന്നേ, ഞങ്ങൾ വരുന്നതിൻ്റെ മുന്നേ. അവളന്ന് ഞങ്ങളോട് വന്ന് പറഞ്ഞില്ല, അതിനാണ് ഞങ്ങൾ കൊടുത്തു. അതുപോട്ടെ, അതൊക്കെ വിട്. അപ്പോൾ അങ്ങനെ വല്ലതുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങേരിക്കും അങ്ങനെ എന്തെങ്കിലും ഫീൽ ഉണ്ടെന്ന് നമുക്ക് 2 പേരെ ഒന്ന് ഒന്നിപ്പിച്ചാലോ എന്നൊരു പ്ലാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാമല്ലോ. കസിനല്ലേ വെയിറ്റ് ചെയ്യുന്നത്, അല്ലാതെ കാമുകയൊന്നുമല്ലല്ലോ. അതിനിടയിൽ അങ്ങനെയൊക്കെ ഉണ്ടായോ? അല്ല, ഇത് അവനറിയോ? ഇച്ചായൻ അറിയാന്നാണ് ഞങ്ങളുടെ ഒരു ഊഹം. പക്ഷേ അറിയോ ഇല്ല ഒന്നും കറക്റ്റ് ആയിട്ട് അറിയില്ല. എന്തൊക്കെയാലും കൊള്ളാം. അതെ അല്ല ചായ, നല്ല രസമായിരിക്കില്ലേ നമ്മൾ 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെറ്റ് ആയാൽ. എന്ന് വെച്ചാൽ അശ്വിനേട്ടനും ആരും, പിന്നെ ഞാനും ഇച്ചായനും, പിന്നെ അവർ 2 പേരും എന്ന് വെച്ചാൽ ആദവേട്ടനും മിയയും, പിന്നെ ഇച്ചായ നമ്മുടെ ജെനിയില്ലേ, ജെനീനെ ജൂണിച്ചായനായിട്ട് സെറ്റാക്കിയാലോ? എടി പെണ്ണെ, അതിന്റെ പെങ്ങളാടി. ഒരു ആങ്ങളോട് പറയാൻ പറ്റുന്ന വാക്കാണോ നീ ഇപ്പൊ പറഞ്ഞേ? എന്തായാലും കുഴപ്പമില്ല. പിന്നെ നീയായിട്ട് സെറ്റ് ആകേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അവർ ഓൾറെഡി സെറ്റ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തോന്ന്? അപ്പോ അതാണ് അവളുടെ സീക്രറ്റ്? സീക്രറ്റാ? അതില്ലേ ചായ, ഇന്നലെ അവളെ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. പക്ഷേ പറയാൻ ടൈം ആയിട്ടില്ല. ടൈം ആകുമ്പോൾ അവൾ പറയാന്നൊക്കെയാ പറഞ്ഞേ. ഇപ്പം ചായ പറഞ്ഞിട്ടിട്ട് ഐ തിങ്ക് ഇത് തന്നെ ആയിരിക്കുമല്ലേ അപ്പം അവളുടെ സീക്രറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവളെ ഞങ്ങൾ കൊല്ലും. ഇത്രയും കാലമായിട്ട് ഞങ്ങളോട് മറച്ചു വെച്ചേക്കുമായിരുന്നല്ലേ. എന്നാ അവരോട് ഇപ്പം തന്നെ പറയും ഞാൻ. എടി പെണ്ണെ, അത് വേണ്ട കേട്ടോ. നീ മിയോടും അതുപോലെ ആരുവിനോടും പറഞ്ഞു, അതിന് കുഴപ്പമില്ല. പക്ഷെ നീ ഈ കാര്യം അവളോട് ചോദിക്കരുത്. കാരണം അവൾക്ക് പറയാൻ ടൈം ആയിട്ടില്ല എന്നല്ലേ പറഞ്ഞേ. ടൈം ആകുമ്പോൾ അവരെന്നെ നമ്മളോട് പറഞ്ഞോളും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാന്നേ. ഓക്കെ, ഞാനായിട്ട് അവളോട് ചോദിക്കില്ല. പിന്നെ മിയോടും ആരുവിനോടും പറയും. അവരോടും പറയരുതെന്ന് പറയാം. ഓക്കെ ആണോ?
ഓക്കെയാണ്. പിന്നെ ഈ കാര്യത്തിനെ കുറിച്ച് ഇനി മിണ്ടി പോകരുത്. ദേ അവർ വരുന്നു. ഇനി ഈ കാര്യത്തെ പറ്റി നമ്മൾ മിണ്ടത്തില്ല. ഓക്കെ? എന്താണ് മക്കളെ ഒരു ഗൂഢാലോചന? ചേട്ടനോട് പറയാൻ പറ്റുന്നതാണോ? ചേട്ടനോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പോലും ചേട്ടനോട് പറയില്ല കേട്ടോ. ഒന്ന് പോടർക്ക് അവിടുന്ന്. നിന്നോടാ ചോദിച്ചു, ഞാൻ എന്റെ പെങ്ങളോടാ പറഞ്ഞേ. പെങ്ങളെ എന്തായിരുന്നു കാര്യം? അത് പിന്നെ ചേട്ടാ, അത് ഈ ചായയിൽ ഒപ്പിട്ട് കുടിച്ചാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു. അശ്വിനേട്ടാ കിട്ടിയോ? കിട്ടി. എന്നാ പോയാലോ? എടാ സോറിയുടെ നേരത്തെ എന്തൊക്കെയോ ദേഷ്യത്തിൽ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു പോയി. സോറിയടാ. അവി നിന്നോടും കൂടിയാ. ഒന്ന് പോടർക്ക് അവിടുന്ന്. അത് ഞാൻ അപ്പോഴേ വിട്ടു. നീങ്ങ വന്നേ, നമുക്ക് അടിച്ചു പൊളി. എന്താ മോളെ പന്തം കണ്ട പരിചയ പോലെ നോക്കി നിൽക്കുന്നേ? ആ നീ വന്നേ, നമുക്ക് പോവാം. പിന്നെ എങ്ങനെയുണ്ട് തലവേദന? കുറവുണ്ടടാ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അശ്വിനും ആര്യവും അതുപോലെ തന്നെ ജിയോണും അവിയും അവരുടെ ലവ് ലൈഫ് അടിച്ചു പൊളിച്ച് തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ജൂണും ജെനി ആവട്ടെ ഇതുവരെ അവരുടെ ലവ് ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ടില്ല. അവർ പ്രണയത്തിലാണ് എന്ന കാര്യം ആദ്യം ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം. ഇത് അറിയാത്തത് കൊണ്ടായിരിക്കാം ആൾക്ക് നമ്മുടെ ജൂണും മീയും സംസാരിക്കുന്നതോ അടുത്തിടപഴകുന്നതോ ഒന്നും തന്നെ അങ്ങ് പിടിക്കുന്നില്ല. എന്താണോ എന്തോ. പിന്നെ നമ്മുടെ മിയ, അവളാണെങ്കിൽ ബാക്കിയുള്ളവരുടെ അടുത്ത് പഴയ പോലൊക്കെ തന്നെയാണെങ്കിൽ പോലും നമ്മുടെ ആദവിൻ്റെ അടുത്ത് കുറിച്ച് അങ്ങനെയൊന്നും അല്ല കേട്ടോ. അതായത് നേരെ വാ നേരെ പോ എന്ന ടൈപ്പിലാണ് ഇപ്പോൾ ആൾ മുന്നോട്ട് പോകുന്നത്. അത് പേടി കൊണ്ടൊന്നല്ല, ചെറിയൊരു ഭയം അത്രയേ ഉള്ളൂ. അതായത് സ്വന്തം മാനത്തെ രക്ഷിക്കാൻ ഏത് പെണ്ണും ഏതറ്റം വരെ പോവല്ലോ, അത് അത്രയ്ക്ക് ഇത്രയുള്ളൂ. പിന്നെ ആദവ്, അവൻ ഈ മാസങ്ങൾക്കുള്ളിൽ ആളാകെ അങ്ങ് മാറിക്കളഞ്ഞു. അതായത് പഴയ പോലെ വാശിയും കോൾഡ് പേഴ്സണും ഒക്കെ തന്നെ ആണെങ്കിൽ പോലും ആള് ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പഴയ ആദവായി വരുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അതായത് നമ്മുടെ മീർക്കൊച്ചിനോട് വല്ലാത്തൊരു അട്രാക്ഷനും അതുപോലെ തന്നെ ഒരു ജലസിയും എല്ലാം തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അവളുടെ അടുത്തോ അതോ ബാക്കിയുള്ളവരുടെ അടുത്തോ അവനത് തുറന്നൊന്നും കാണിക്കുന്നൊന്നുമില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ അവന് ഈ മാറ്റം. പിന്നെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം
അവൻ അവൻ്റെ ആഗ്രഹങ്ങളും പിന്നെ അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ മറന്ന മട്ടാണ്. ഇപ്പൊ അവൻ അതിന്റെ പിന്നാലെ ഒന്നും പോകുന്ന കാണുന്നില്ല. ഫുൾ ടൈം മിയയുടെ കൂടെയും ബാക്കിയുള്ളവരുടെ കൂടെയും അടിച്ചു പൊളിക്കാണ്. ഓ ഷീറ്റ്. സാർ എന്ത് പറ്റിയതാ? അറിയില്ല, എന്തോ ബ്ലോക്ക് ആയിട്ടുണ്ട്. അയ്യോ സാർ ഇനി എന്ത് ചെയ്യും? ഏയ് കുഴപ്പമൊന്നുമില്ല, താനിവിടെ ഇരിക്കുക, ഞാനിപ്പോ വരാം. ആ ഓക്കെ സാർ. സാർ എന്ത് പറ്റിയതാ? ഏയ് അതൊന്നുമില്ല, ഒരു ലോറിയുടെ മേത്തേക്ക് ഒരു മരം വീണതാ. കുഴപ്പമൊന്നുമില്ല, ആർക്കും ഒരു അപകടമൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ അതെടുത്ത് മാറ്റാൻ 4-5 മണിക്കൂർ എടുക്കുന്ന പറഞ്ഞേ. ഇതിൻ്റെ ബാക്കിൽ കൂടെ ഒരു 2 കിലോമീറ്റർ അങ്ങോട്ടേക്ക് പോയാൽ വേറെ റോഡുണ്ടെന്നാണ് പറഞ്ഞേ. ആ റോഡിന് പൊക്കോളാനാണ് പറഞ്ഞേ. നമുക്കെന്തായാലും അങ്ങനെ പോവാം.